വെറും ഒരു കൊക്കക്കോള ക്യാനും ഒരു ഡിസ്പോസിബിൾ ഗ്ലാസും തെളിയിച്ചത് 30 വർഷം പഴക്കമുള്ള ഒരു കൊലപാതകം. എന്തായിരുന്നു ഈ കേസ്? അതുപോലെ ഈ കേസ് ഇത്രയും നീണ്ടുപോകാൻ എന്തായിരുന്നു കാരണം? എങ്ങനെയാണ് ഈ കേസ് തെളിഞ്ഞത്? വാഷിംഗ്ടണിലെ ആക്മി എന്നൊരു ചെറിയ ഗ്രാമം. ജനസംഖ്യ കുറഞ്ഞ ഏകദേശം 100-ൽ താഴെ മാത്രം വീടുകളുള്ള ഒരു ചെറിയ കമ്മ്യൂണിറ്റി. ആളുകൾ കുറവായതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും പരസ്പരം പരിചയക്കാരുമായിരുന്നു. വളരെയധികം സേഫ് ആയൊരു സ്ഥലം. വീടുകളുടെ വാതിൽ പോലും അടയ്ക്കേണ്ടിയിരുന്നില്ല. അത്രയും കോൺഫിഡൻസോടെയാണ് അവിടെ ആളുകൾ ജീവിച്ചിരുന്നത്. ഒരു പീസ്ഫുൾ പ്ലേസ്. പക്ഷേ 1989 നവംബർ 24 ഇത്രയും കാലം അവർ സേഫായി ജീവിച്ചിരുന്ന സ്ഥലം പതിയെ മാറാൻ പോവുകയാണെന്ന് ആരും കരുതിയില്ല. ആക്മിയിലെ മാൻഡി സ്റ്റാവിക് എന്നു പേരുള്ള 18 വയസ്സുകാരി അന്നും പതിവ് പോലെ ജോഗ് ചെയ്യാൻ ഇറങ്ങി. ഫിറ്റ്നസ് ഇഷ്ടപ്പെട്ടിരുന്ന അവൾ ഒരിക്കലും തൻ്റെ ജോഗിങ് മുടക്കാറേയില്ലായിരുന്നു. സാധാരണ അവളുടെ അമ്മ മേരിയോടൊപ്പമാണ് മാൻഡി ജോഗ് ചെയ്യാൻ പോകാറുള്ളത്. പക്ഷേ അന്ന് എന്തോ തിരക്കുകൾ കാരണം മേരിക്ക് അവളുടെ കൂടെ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് മാൻഡിയും വീട്ടിലെ വളർത്തുനായായ കൈറ എന്ന ജർമ്മൻ ഷെപ്പേർഡുമായി അവൾ ജോഗ് തുറന്നു. സ്ഥിരം ഒരേ റൂട്ടിൽ തന്നെയാണ് മാൻഡി ജോഗ് ചെയ്യുന്നത്. അവളുടെ വീടിനടുത്ത് നിന്നും ന്യൂസാഗ് എന്നൊരു നദിയുണ്ട്. അതുവരെ ജോഗ് ചെയ്തിട്ട് തിരിച്ചു വരാറാണ് പതിവ്. ജോഗിന് പോയ മാൻഡി കുറേ നേരം കഴിഞ്ഞിട്ടും തിരിച്ചു വന്നില്ല. മേരിക്ക് ടെൻഷനാകുന്നു. അപ്പോഴാണ് മേരി മാൻഡിയുടെ ബോയ് ഫ്രണ്ടായ റിക്ക് നാട്ടിൽ വന്ന കാര്യം ഓർത്തത്. 2 കുടുംബങ്ങൾക്കും അറിയാവുന്ന ഒരു ബന്ധമായിരുന്നു ഇരുവരുടെയും. ഒരുപക്ഷെ മാൻഡി വരുന്ന വഴി അവനെ കാണാൻ പോയിട്ടുണ്ടാവും എന്ന് മേരി കരുതി. പക്ഷേ അടുത്ത ഒരു സംഭവം മേരിയെ ഞെട്ടിച്ചു കളഞ്ഞു. മാൻഡിയുടെ കൂടെ പോരുന്ന കൈറ എന്ന വളർത്തുനായ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് കുരച്ചുകൊണ്ട് ഓടി വരുന്നു. പേടിച്ചു പോയ മേരി വേഗം റിക്കിനെ ഫോൺ ചെയ്യുന്നു. പക്ഷെ മാൻഡിയെ താൻ ഇന്ന് കണ്ടിട്ടില്ല, മാത്രമല്ല ഇന്ന് ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞിട്ടുമില്ലായിരുന്നു എന്ന് റിക്ക് പറയുന്നു. തൻ്റെ മകൾക്ക് എന്തോ വലിയ അപകടം സംഭവിച്ചു കാണും എന്ന് മേരിക്ക് തോന്നുന്നു. അവർ വേറെ ആരെയും വിളിക്കാതെ വേഗം തന്നെ പോലീസിനെ വിളിക്കുന്നു. മാൻഡിയെ കാണാതായ വിവരം പെട്ടെന്ന് തന്നെ ഗ്രാമം മൊത്തം അറിഞ്ഞു. ഡിറ്റക്റ്റീവ് റോൺ പീറ്റേഴ്സനും അദ്ദേഹത്തിൻ്റെ സെർച്ചിങ് ടീമും നാട്ടുകാരും ചേർന്ന് അവൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുന്നു. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ആർക്കും അവളെ കണ്ടെത്താനായില്ല. പക്ഷേ 3 ദിവസം നീണ്ടു നിന്ന തിരച്ചിലിൽ ആക്മിയിലെ ന്യൂസാഗ് നദിയിൽ നിന്നും അവർക്ക് മാൻഡിയുടെ ഡെഡ് ബോഡി കിട്ടുന്നു. അവളുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾ ഒന്നു തന്നെ ഇല്ലായിരുന്നു. മാത്രമല്ല അവളുടെ തലയുടെ പിൻഭാഗം എന്തോ ഒരു വസ്തു വെച്ച് ശക്തിയായി അടിച്ചു തകർത്തിരുന്നു. അവളെ ആരോ ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണെന്ന കാര്യം സെർച്ചിങ് ടീമിന് മനസ്സിലാകുന്നു. നദിക്കരയിലും അടുത്തുള്ള സ്ഥലങ്ങളിലും പോലീസ് എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് വീണ്ടും പരിശോധിക്കുന്നു. പക്ഷേ അവിടെയൊന്നും ഒരു ആക്രമണം നടന്നതിൻ്റെ ഒരുവിധ സൂചനയും ഇല്ലായിരുന്നു. എവിടെയോ വെച്ച് തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം കൊലയാളി മാൻഡിയെ നദിയിലേക്ക് കൊണ്ടുവന്ന് എറിഞ്ഞതാണെന്ന് പോലീസിന് മനസ്സിലായി. മാൻഡി കൊല്ലപ്പെട്ട വാർത്ത വീട്ടുകാരിലും നാട്ടുകാരിലും ഉണ്ടാക്കിയ ഷോക്ക് വളരെ വലുതായിരുന്നു. കൊലയാളി ഇനി അവരുടെ ഇടയിലുള്ള ആരെങ്കിലും ആണോ അതോ പുറത്തുള്ള ആരെങ്കിലും ആണോ എന്ന സംശയം എല്ലാവരുടെയും ഉള്ളിൽ ബാക്കി നിന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ചെറിയ ഗ്രാമത്തിന്റെ സന്തോഷവും സമാധാനവും ഇല്ലാതെയായി. മാൻഡിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. അതിൽ പറഞ്ഞിരുന്നത് വെള്ളത്തിൽ മുങ്ങിയുള്ള മരണം എന്നാണ്. നീന്തൽ അറിയാമായിരുന്ന മാൻഡി അങ്ങനെ മരണപ്പെടാൻ കാരണം തലയ്ക്കിൽ പിന്നിലുണ്ടായ മാരകമായ മുറിവാകാം എന്നും റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു കാര്യം, തലയ്ക്ക് ശക്തമായ അടിയേറ്റ മാൻഡിയെ ആരോ അതിക്രൂരമായി റേപ്പ് ചെയ്തിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ ഓട്ടോപ്സിക്ക് ശേഷം മാൻഡിയുടെ ബോഡിയിൽ നിന്നും FBI ഒരു പുരുഷ ബീജത്തിൻ്റെ DNA സാമ്പിൾ കൂടി കിട്ടുന്നു. അക്കാലത്ത് DNA ടെസ്റ്റുകളൊക്കെ വളരെയധികം പ്രചാരത്തിൽ വരുന്ന ഒരു സമയമായിരുന്നു. മാൻഡിയുടെ മിസ്സിംഗ് കേസ് അന്വേഷിച്ചിരുന്ന ഡിറ്റക്റ്റീവ് റോൺ പീറ്റേഴ്സൺ അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് ലഭിച്ച ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്തരം തെളിവുകൾ നഷ്ടപ്പെടാതെ വളരെയധികം ശ്രദ്ധയോടെ നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത DNA പോലീസിന്റെ ലിസ്റ്റിലുള്ള കുറ്റവാളികളുടെ DNA ഡേറ്റാബേസുമായി അവർ പരിശോധിക്കുന്നു. പക്ഷേ ഒന്നും തന്നെ മാച്ച് ആയിരുന്നില്ല. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി പോലീസ് മാൻഡി താമസിച്ചിരുന്ന ആക്മി എന്ന ഗ്രാമത്തിലുള്ളവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഏകദേശം 300 താഴെ മാത്രം ആളുകൾ ജീവിച്ചിരുന്ന ആക്മിയിൽ സംശയം തോന്നുന്നവരുടെ DNA ടെസ്റ്റ് നടത്താൻ പോലീസ് പ്ലാൻ ചെയ്യുന്നു. പലരെയും പോലീസ് ചോദ്യം ചെയ്യുന്നു. അങ്ങനെ സംശയം തോന്നിയവരിൽ മാൻഡിയുടെ ബോയ് ഫ്രണ്ടായ റിക്കിനെയും അവർ ചോദ്യം ചെയ്യുന്നു. പക്ഷേ അയാൾ മാനസികമായി തകർന്ന ഒരവസ്ഥയിലാണെന്ന് ആദ്യമേ തന്നെ പോലീസിന് മനസ്സിലായി. മാത്രവുമല്ല അയാൾക്കെതിരെ തെളിവുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. DNA ടെസ്റ്റ് നടത്തുക എന്നുള്ളത് അന്ന് വളരെയധികം ഫോർമാലിറ്റിയുള്ള സമയം കൂടുതൽ വേണ്ട ഒരു പ്രോസസ്സായിരുന്നു. വെറും ഒരു സംശയത്തിൻ്റെ പേരിൽ പോലീസിന് ഒരാളുടെ DNA ടെസ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. DNA ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുടെ സമ്മതവും ആവശ്യമായിരുന്നു. എന്നിട്ടും ആക്മി പോലീസിന് നിരവധി ആളുകളുടെ ഏകദേശം 30ഓളം ആളുകളുടെ DNA ടെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ആ ടെസ്റ്റ് നടത്തിയവരിലൊന്നും കൊലയാളിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. മാൻഡി എവിടെ വെച്ച് എങ്ങനെ കൊല ചെയ്യപ്പെട്ടു എന്നതിന് കൃത്യമായ ഒരു തെളിവും പോലീസിന് ലഭിച്ചിരുന്നില്ല. നദിക്കരയിൽ നിന്നും തിരിച്ചു ജോഗ് ചെയ്തു വരുന്ന മാൻഡിയെ കണ്ടവരും ഉണ്ടായിരുന്നു. പക്ഷേ വരുന്ന വഴി എവിടെ വെച്ചാണ് മാൻഡിയെ കാണാതായത്?
എങ്ങനെയാവും അവളെ തട്ടിക്കൊണ്ടുപോയത്? ആരാണത്? അതായത് മാൻഡിയെ എവിടെയോ വെച്ച് കൊലയാളി ഒരുപക്ഷെ ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തി വാഹനത്തിലോ മറ്റോ തട്ടിക്കൊണ്ടുപോയി മറ്റെവിടെയോ വെച്ച് പീഡിപ്പിച്ച ശേഷം തലക്കടിച്ച് വീഴ്ത്തി മരിക്കുന്ന മുന്നേ നദിയിലേക്ക് എറിഞ്ഞ് കൊന്നതാവാം എന്ന് പോലീസ് സംശയിച്ചു. പക്ഷേ അതിനെ പ്രൂവ് ചെയ്യാനുള്ള കൃത്യമായ തെളിവുകളില്ലാത്ത കേസ് അന്വേഷണത്തിന് തിരിച്ചടിയായി. ഒരുപക്ഷെ കൊലയാളി ഇനി ആ ഗ്രാമത്തിലുള്ള ആളല്ലെങ്കിൽ ഇനിയും എത്ര DNA ടെസ്റ്റുകൾ നടത്തും എന്നുള്ള ചോദ്യങ്ങൾ പോലീസ് അന്വേഷണം മന്ദഗതിയിലാക്കി. ദുരന്തങ്ങൾ വേട്ടയാടുന്ന ഒരു ജീവിതമായിരുന്നു മേരിയുടെയും കുട്ടികളുടെയും. ഒരു ഡിവോഴ്സിയായിരുന്ന മേരി ഒറ്റയ്ക്കായിരുന്നു 4 മക്കളെ വളർത്തിയിരുന്നത്. അതിൽ തൻ്റെ മൂത്ത മകനായ ബ്രന്റ് അവൻ്റെ 17-ാം വയസ്സിൽ ഒരു യാത്രയിലുണ്ടായ അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. ആ വിഷമത്തിൽ ന്യൂയോർക്ക് ഉപേക്ഷിച്ച് മേരി അവരുടെ 3 കുട്ടികളുമായി ആക്മിയിലേക്ക് താമസം മാറിയതായിരുന്നു. ഇപ്പോഴിത് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ കൂടിയായിരുന്ന മാൻഡിയും കൊല ചെയ്യപ്പെട്ടു. നീതി കിട്ടാതെ തെളിയിക്കപ്പെടാതെ കിടക്കുന്ന നിരവധി പൊടി പിടിച്ച കേസ് ഫയലുകളിൽ ഒന്നായി അവളും ഒതുങ്ങിപ്പോയി. അങ്ങനെ നീണ്ട 24 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോഴാണ് ഈ കേസിനെ മാറ്റിമറിക്കുന്ന ഒരു അത്ഭുത സംഭവം ഉണ്ടാകുന്നത്. 2013 ജൂൺ മാസം പരസ്പരം പരിചയമുള്ള 2 സ്ത്രീകൾ ഒരു വാട്ടർ തീം പാർക്ക് വെച്ച് കണ്ടുമുട്ടുന്നു. അവർ അവരുടെ കുട്ടികളുമായി ഒരു ഹോളിഡേ ആഘോഷിക്കാൻ വന്നതായിരുന്നു. അതിൽ ഒരാളുടെ പേര് ഹെദർ, മറ്റേയാൾ മേർലി. അവർ അവരുടെ ജീവിതത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും ഒക്കെയുള്ള സംസാരത്തിനിടയിൽ അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ കൊല്ലപ്പെട്ട എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരുന്ന മാൻഡി സ്റ്റാവിക്കിൻ്റെ കാര്യം സംസാരിക്കുന്നു. പക്ഷേ ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ കൊലപാതകയെ കണ്ടുപിടിക്കാത്തുള്ള വിഷമം അവർ പരസ്പരം സംസാരിക്കുന്നു. അങ്ങനെ സംസാരത്തിനിടയിൽ മേർലി മാൻഡിയുടെ കൊല ചെയ്തു എന്ന് കരുതുന്ന ഒരാളെ സംശയമുണ്ടെന്ന് പറയുന്നു. മേർലി അവരുടെ ലൈഫിൽ ആക്മി വെച്ച് നടന്ന ഒരു മോശം സംഭവം ഹെദറിനോട് സംസാരിക്കുന്നു. മാൻഡിയുടെ കൊലപാതകം നടന്ന് ഏകദേശം 2 വർഷത്തിന് ശേഷം അന്ന് മേർലിയുടെ ഹസ്ബൻഡ് വീട്ടിലില്ലായിരുന്നു. ഒരു ദിവസം രാത്രി മേർലിയും അവരുടെ കുട്ടിയും ഒറ്റയ്ക്കായിരുന്നു. ആരോ ഡോറിൽ മുട്ടുന്നു. തുറന്നപ്പോൾ അവരുടെ ഹസ്ബൻഡിൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അയാൾ ഹണ്ടിങ്ങിനായി ഇറങ്ങിയതാണ്, കുറച്ച് ലേറ്റായി പോയി, ഭാര്യയെ ഒന്ന് വിളിക്കാൻ ഫോൺ ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. മേർലി സമ്മതിക്കുന്നു. അയാൾ ഫോൺ എടുത്ത് ഡയൽ ചെയ്യുന്നു. ഫോണിൻ്റെ റിസീവറിൽ കൂടി ഒരു ബീപ്പ് ബീപ്പ് ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. അത് ശ്രദ്ധിക്കാതെ മേർലി അകത്തേക്ക് കയറി പോകുന്നു. അപ്പോഴേക്കും അയാൾ മേർലിയുടെ ബെഡ്റൂമിലേക്ക് അനുവാദമില്ലാതെ കടന്നു കയറി. എന്നിട്ട് അയാൾ പറയുകയാണ് അയാൾ സ്ഥിരമായി അതുവഴി ഡ്രൈവ് ചെയ്ത് പോകാറുള്ളപ്പോഴെല്ലാം മേർലിയെ കാണാറുണ്ടെന്നും അങ്ങനെ അവരോട് കടുത്ത പ്രേമമാണെന്നും പറയുന്നു. അത് പറഞ്ഞ് അയാൾ മേർലിയെ ശാരീരിക ബന്ധത്തിൽ നിർബന്ധിക്കാൻ തുടങ്ങി. കുട്ടിയുമായി ഒറ്റയ്ക്കായിരുന്ന മേർലി പെട്ടെന്ന് ഭയന്നു പോകുന്നു. പക്ഷേ ധൈര്യം സംഭരിച്ച് അവർ ഉറക്കെ അയാളുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ അലറി വിളിച്ചു. പക്ഷേ ആദ്യം അയാൾ കൂട്ടാക്കിയില്ല. ഇനിയും നിന്നാൽ പോലീസിനെ വിളിക്കും എന്ന് ഉറക്കെ പറഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇങ്ങനെ മേർലിയുടെ കഥ കേട്ട് ഞെട്ടി നിന്ന ഹെദർ പറഞ്ഞു, എനിക്കും ആക്മി വെച്ച് നടന്ന ഒരു മോശം കഥ പറയാനുണ്ട്. മാൻഡിയുടെ കൊല നടക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അന്ന് ഹെദറിന് 15 വയസ്സായിരുന്നു പ്രായം. അവർ കുറച്ച് സുഹൃത്തുക്കളും അവരുടെ കുറച്ച് പരിചയക്കാരുമായി ഒരു കാറിൽ ഒരു ട്രിപ്പിന് പോവുകയായിരുന്നു. അപ്പോൾ ഹെദറിന് അടുത്തൊരാൾ വന്നിരുന്നു. അയാൾ അവളോട് സംസാരിച്ചു തുടങ്ങി. പതിയെ ആ സംസാരം ഒരു ഫ്ലേർട്ടിംഗ് രീതിയിലേക്ക് മാറാൻ തുടങ്ങി. അവളെ കാണാൻ സുന്ദരിയാണെന്നും അവളുടെ കണ്ണുകൾ വളരെ ഭംഗിയുള്ളതാണെന്നും ഒക്കെ സംസാരിച്ച് അയാൾ പതിയെ കയ്യിലിടുന്ന ഒരു പെൻ വെച്ച് ഹെദറിൻ്റെ ശരീരത്തിൽ മോശമായി റബ്ബ് ചെയ്യാൻ തുടങ്ങി. ഓർക്കണം, അന്ന് വെറും 15 വയസ്സാണ് ഹെദറിൻ്റെ പ്രായം. അവൾ വല്ലാതെ ഭയന്നു പോന്നു. അവൾ അയാളുടെ കൈ തട്ടി മാറ്റുന്നു. മറ്റു സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം അയാൾക്ക് അവളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വളരെയധികം പേടിച്ച ഹെദറിന് ഈ കാര്യം അന്ന് ആ പ്രായത്തിന് ആരോടും തുറന്നു പറയാനുള്ള ധൈര്യവും വന്നില്ല. ഈ 2 കഥയിലും, അതായത് മേർലിയോടും ഹെദറിനോടും മോശമായി പെരുമാറിയത് ഒരാൾ തന്നെയായിരുന്നു. മേർലിയും ഹെദറും കൊല്ലപ്പെട്ട മാൻഡിയും പഠിച്ച മൗണ്ട് ബേക്കർ ഹൈസ്കൂളിൽ തന്നെയായിരുന്നു അയാളും പഠിച്ചിരുന്നത്. തിമോത്തി ബാസ് എന്നായിരുന്നു അയാളുടെ പേര്. മാൻഡിയുടെ കൊലപാതകം നടന്നപ്പോൾ ഹെദറിനും മേർലിക്കും ഇയാളെ സംശയമുണ്ടായിരുന്നു. ഒരുപക്ഷെ അയാളിൽ നിന്നും അവർക്ക് നേരിട്ടതൊക്കെ ഒറ്റപ്പെട്ട ഒരു സംഭവമാണെന്ന് അവർ കരുതി. മാത്രവുമല്ല, തെളിവുകളില്ലാതെ ഒരു സംശയത്തിൻ്റെ പേരിൽ ഒരാളുടെ പേര് പുറത്തു പറയാൻ 2 പേർക്കും അന്ന് ആ പ്രായത്തിൽ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് ആ പാർക്കിൽ വെച്ച് നടത്തിയ സംസാരത്തിൽ നിന്ന് അവർ ഒരു കാര്യം തീരുമാനിക്കുന്നു. കൊല്ലപ്പെട്ട മാൻഡി സ്റ്റാവിക്കിന് നീതി ലഭിക്കാൻ ഇനിയെങ്കിലും സത്യങ്ങൾ തുറന്നു പറയണം. ഹെദറും മേർലിയും അങ്ങനെ പോലീസിനെ കാണുന്നു. തിമോത്തി ബാസ് എന്ന വ്യക്തിയിൽ നിന്നും 2 പേർക്കും ഉണ്ടായ മോശം അനുഭവങ്ങൾ അവർ പോലീസിനോട് പറയുന്നു. ഇവർ ഈ സംഭവം പോലീസിനോട് പറയുന്ന 4 വർഷം മുന്നേ ആക്മിയിൽ കെവിൻ ബോവി എന്നൊരു ഡിറ്റക്റ്റീവ് ജോയിൻ ചെയ്തിരുന്നു. തെളിയിക്കപ്പെടാതെ കിടന്ന മാൻഡിയുടെ കേസിൽ അദ്ദേഹം അന്വേഷണം നടത്തി വരികയായിരുന്നു. അപ്പോഴാണ് ഹെദറും മേർലിയും തൻ്റെ അനുഭവങ്ങളും സംശയങ്ങളുമായി എത്തിയത്. അത് ഈ കേസിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറുകയും ചെയ്തു. അവർ തിമോത്തി ബാസ് എന്നയാളെ ഫോക്കസ് ചെയ്ത് വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നു. കൊല്ലപ്പെട്ട മാൻഡിയുടെ വീട്ടിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരെയായിട്ടായിരുന്നു തിമോത്തി ബാസിൻ്റെ വീട്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ മാൻഡി എന്നും ജോഗ് ചെയ്തു പോയിരുന്ന ഇയാളുടെ വീടിന് മുന്നിലൂടെയായിരുന്നു. പക്ഷേ വിചിത്രമായ മറ്റൊരു കാര്യം, മാൻഡിയുടെ കൊലപാതകത്തിന് ശേഷം പോലീസ് ആക്മിയിൽ 30ഓളം ആളുകളുടെ DNA ടെസ്റ്റ് നടത്തിയിരുന്നു.
അപ്പോൾ എന്തുകൊണ്ടാണ് ഇയാളെ മാത്രം വിട്ടുപോയത്? അതിനുത്തരം അവർ പറയുന്നത് തിമോത്തി ബാസിൻ്റെ കുടുംബവും മാൻഡിയുടെ കുടുംബവും വളരെയധികം ക്ലോസ് ആയിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലെ ആരെയും അന്ന് അവർക്ക് സംശയം തോന്നിയില്ല. പക്ഷേ ഈ നീണ്ട 25 വർഷം പല ഓഫീസേഴ്സ് വന്നു പോയിട്ടും തിമോത്തി ബാസിനെയും അയാളുടെ കുടുംബത്തിലെ ആരെയും സംശയം തോന്നാതെ ടെസ്റ്റ് ചെയ്യാതെ വിട്ടത് വലിയൊരു വീഴ്ച തന്നെയായിരുന്നു. കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് പോലീസ് സമയം കളയാതെ തന്നെ തിമോത്തിയുടെ വീട്ടിലേക്ക് തിരിച്ചു. തൻ്റെ വിവാഹത്തിന് ശേഷം അയാൾ ആക്മിയിൽ നിന്നും 30 കിലോമീറ്റർ ദൂരെയുള്ള എവേഴ്സൺ എന്നൊരു സ്ഥലത്തേക്ക് താമസം മാറിയിരുന്നു. തൻ്റെ ഭാര്യയും 3 കുട്ടികളുമായി 25 വർഷമായി അയാൾ എവേഴ്സണിൽ തന്നെയായിരുന്നു. തിമോത്തി അവിടെ ഒരു ബേക്കറി ഡെലിവറി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു. പോലീസ് അയാളോട് മാൻഡി സ്റ്റാവിക് കേസിനെ കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ അയാൾ കുറച്ച് ആലോചിച്ചിട്ട് അങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയുകയില്ല എന്ന് പറയുന്നു. അയാളുടെ ആ മറുപടിയിൽ തന്നെ പോലീസിന് സംശയം തോന്നിയിരുന്നു. കാരണം ഒന്ന്, ഇയാൾ പഠിച്ച സമയത്ത് ഇയാളുടെ നെയ്ബറായ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു. ആ വാർത്ത നാടിനെ മൊത്തം ഞെട്ടിച്ചു വന്നായിരുന്നു. 2, 25 വർഷങ്ങൾക്ക് ശേഷവും മീഡിയയിൽ ഈ കേസിനെ കുറിച്ച് ചർച്ചകൾ, പ്രോഗ്രാമുകൾ എന്നിവയൊക്കെ പതിവായിരുന്നു. സംശയം തോന്നിയ പോലീസ് ഇയാളുടെ DNA ടെസ്റ്റിനായി സലൈവ സാമ്പിൾ ആവശ്യപ്പെടുന്നു. പക്ഷേ അയാൾ അതിന് തയ്യാറായില്ല. മുന്നേ സൂചിപ്പിച്ച പോലെ DNA ടെസ്റ്റിനായി ശക്തമായ തെളിവുകളും ആരുടെയാണോ ടെസ്റ്റ് ചെയ്യുന്നത് അയാളുടെ സമ്മതവും വേണമായിരുന്നു. അയാൾ വിസമ്മതിച്ചുകൊണ്ട് അയാളുടെ സമ്മതമില്ലാതെ എങ്ങനെ സലൈവ സാമ്പിൾ എടുക്കാമെന്നുള്ള കുറുക്ക് വഴികൾ പോലീസ് ആലോചിച്ചു തുടങ്ങി. തിമോത്തി ബാസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലീസ് തീരുമാനിക്കുന്നു. അവർ അയാളുടെ സഹോദരൻ ടോമിനോട് സംസാരിക്കുന്നു. തിമോത്തി ചെറുപ്പം മുതലേ വളരെയധികം വിചിത്രമായ സ്വഭാവമുള്ള ഒരാളാണെന്ന് അയാൾ പോലീസിനോട് പറയുന്നു. കോളേജിൽ വെച്ചുണ്ടായ ഒരു ബ്രേക്കപ്പ് അയാളെ സ്ത്രീകളോട് കൂടുതൽ വെറുപ്പുള്ളയാളാക്കി. മാൻഡിയുടെ കൊലപാതകം സംഭവിച്ചു കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ തന്നെ തിമോത്തി അയാളുടെ കോളേജിൽ പഠിച്ചിരുന്ന ജീന എന്നൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അവർക്ക് 3 കുട്ടികളും ഉണ്ടാകുന്നു. ജീനയുടെ ജീവിതം വളരെയധികം നരകതുല്യമായിരുന്നു. തിമോത്തിയെ കല്യാണം കഴിച്ച അവർ ഒരു ജയിലിൽ കഴിയുന്ന പോലെയായിരുന്നു കഴിഞ്ഞിരുന്നത്. അയാൾ അവരെ വളരെയധികം അവഹേളിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പലപ്പോഴായി അയാളുമായുള്ള ബന്ധം വേർപിരിയാൻ ജീന ശ്രമിച്ചിരുന്നു. പക്ഷേ കുട്ടികളെ ഓർത്ത് മാത്രമാണ് അവർ അയാളുമായി ജീവിതം തുടർന്നത്. ടോമിൻ്റെയും ജീനയുടെയും മൊഴികളിൽ നിന്നും മാൻഡി സ്റ്റാവിക് കേസിൽ അവർ തേടുന്ന പ്രതി തിമോത്തി ബാസാണെന്ന് ഏറെക്കുറെ പോലീസിന് മനസ്സിലായി. പക്ഷേ അത് സ്ഥാപിക്കാൻ ഇനിയും വേണ്ട ശക്തമായ തെളിവുകൾ, അതായത് അയാളുടെ DNA ടെസ്റ്റ് എങ്ങനെയും നടത്തിയേ തീരൂ എന്ന് പോലീസ് തീരുമാനിക്കുന്നു. അതിനായി തിമോത്തി ബാസിനെ നിരീക്ഷിക്കാൻ പോലീസ് ഒരു ടീം തയ്യാറാക്കുന്നു. രാത്രിയും പകലും ഇവർ തിമോത്തിയെ നിരീക്ഷിച്ചിരുന്നു. അയാൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന എന്തെങ്കിലും വസ്തുക്കളിൽ നിന്ന് അയാളുടെ സലൈവ സാമ്പിൾ എടുക്കാമെന്നായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ അവിടെയും പോലീസ് പരാജയപ്പെടുന്നു. ഒരുപക്ഷെ അവർ വിചാരിച്ചതിലും കണ്ണിങ് ആയിരുന്നു തിമോത്തി. ഉപയോഗിച്ച ഒരു വസ്തുവും പുറത്തു കളയാതെ അയാളെല്ലാം വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തു. പക്ഷേ എത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടും ഒരു ദിവസത്തെ അശ്രദ്ധ അയാളുടെ വിധി തീരുമാനിച്ചു. പലതവണ പരാജയപ്പെട്ട പോലീസ് അവസാനം തിമോത്തി ജോലി ചെയ്യുന്ന ബേക്കറി ഓണറായിരുന്ന കിങ് വാഗ്നർ എന്ന സ്ത്രീയെ കാണുന്നു. പോലീസ് അവരോട് വിശദമായ കാര്യങ്ങൾ സംസാരിക്കുന്നു. തിമോത്തി ബേക്കറിയിൽ ജോലി ചെയ്യുമ്പോഴും ഒരു സ്ത്രീ ആയതുകൊണ്ട് കിങ് വാഗ്നറിനടുത്തും വളരെ പുച്ഛത്തോടെയും മോശത്തോടെയൊക്കെയായിരുന്നു സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പോലീസ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുകയും അവർ പോലീസിനെ സഹായിക്കാമെന്ന് സമ്മതിക്കുന്നു. പക്ഷേ അതത്ര എളുപ്പമായിരുന്നില്ല. അതിനായി കുറേ നാളുകൾ അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു, അതായത് 3 മാസങ്ങൾ. അങ്ങനെ 3 മാസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം തിമോത്തി അയാൾ കുടിച്ചിരുന്ന ഒരു കൊക്കക്കോള ക്യാനും വെള്ളം കുടിച്ച ഒരു ഡിസ്പോസബിൾ ഗ്ലാസും അശ്രദ്ധമായി വേസ്റ്റ് ബിന്നിട്ടു. അവസരം കാത്തിരുന്ന കിം ആ ക്യാനും ഗ്ലാസും വളരെയധികം ശ്രദ്ധയോടെ ഒരു പാക്കറ്റിലാക്കി രഹസ്യമായി പോലീസിന് കൈമാറി. ക്യാനിൽ നിന്നും ഗ്ലാസിൽ നിന്നും എടുത്ത സലൈവ സാമ്പിളിൽ നിന്നും അവർ തിമോത്തിയുടെ DNA എക്സ്ട്രാക്ട് ചെയ്യുന്നു. 3 മാസങ്ങൾ കഴിഞ്ഞു. DNA അനാലിസിസിന് ശേഷം ആ റിസൾട്ട് വന്നു. മാൻഡി സ്റ്റാവിക്കിൻ്റെ ബോഡിയിൽ നിന്ന് കിട്ടിയ DNA സാമ്പിളും തിമോത്തി ബാസിൻ്റെ DNA സാമ്പിളുമായി മാച്ച് ആയിരിക്കുന്നു. 25 വർഷങ്ങൾക്ക് ശേഷം അവസാനം ഒരു സോളിഡ് എവിഡൻസ് കിട്ടിയിരിക്കുന്നു. പക്ഷെ ചോദ്യം ചെയ്യലിൽ വീണ്ടും തിമോത്തി പോലീസിനെ കുഴക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും തുടർന്നു. താനും മാൻഡി സ്റ്റാവിക്കുമായി രഹസ്യമായൊരു ബന്ധം ഉണ്ടായിരുന്നുവെന്നും മാൻഡി കൊല്ലപ്പെട്ട ദിവസം താനും മാൻഡിയുമായി ശാരീരിക ബന്ധം നടന്നിരുന്നു എന്നൊക്കെ അയാൾ പറയുന്നു. അതുകൊണ്ടാണ് അയാൾ DNA ടെസ്റ്റിന് ആദ്യം വിസമ്മതിച്ചതെന്നും പറയുന്നു. ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ മാൻഡിയെ അറിയുക പോലുമില്ല എന്ന് പറഞ്ഞയാളാണ് തിമോത്തി. ഇയാളുടെ ഈ മൊഴികൾ തെറ്റാണെന്നും മാൻഡിയുമായി ഇയാൾക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കോടതിയിൽ തെളിയിക്കാൻ പോലീസിന് വീണ്ടും 2 വർഷം വേണ്ടി വന്നു. പക്ഷേ തിമോത്തി ബാസിന്റെ വാദങ്ങൾ പൊളിയാൻ അധികകാലം വേണ്ടി വന്നില്ല. അയാളുടെ സ്വന്തം സഹോദരൻ ടോം തന്നെ കോടതിയിൽ അയാൾക്കെതിരെ ഹാജരായി. മാൻഡി സ്റ്റാവിക് മോശം സ്വഭാവക്കാരിയായിരുന്നു എന്ന് കോടതിയിൽ പറയാൻ ടിം തന്നെ നിർബന്ധിച്ചിരുന്നു എന്ന് ടോം മൊഴി നൽകി. അങ്ങനെ 30 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 2 ആഴ്ചയോളം നീണ്ടുനിന്ന ട്രയലുകൾ, 5 മണിക്കൂറോളം നീണ്ടുനിന്ന വിചാരണ, അവസാനം തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ മാൻഡി സ്റ്റാവിക്കിനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ തിമോത്തി ബാസിനെ അയാളുടെ 50-ാം വയസ്സിൽ കോടതി 27 വർഷത്തെ ജയിൽവാസത്തിന് ശിക്ഷിച്ചു.